ഈ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കാര്യമായി പുരോഗമിക്കുന്നുണ്ടോ? ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെടുക എന്ന് പറഞ്ഞാൽ മറ്റ് പല വഴികളിലൂടെയും ആളുകളെ തിരിച്ചുവിടണമല്ലോ. അത് പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ്. എങ്ങനെയാണ് ആ അനുബന്ധ ഗതാഗത ക്രമീകരണങ്ങൾ, ജോലികൾ എങ്ങനെ നടക്കുന്നു? NH അതോറിറ്റി എന്തെങ്കിലും രീതിയിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ടോ? ഈ കളക്ടറുടെ മുന്നറിയിപ്പ് അവഗണിച്ചു എന്ന വിഷയത്തിലടക്കം. NH അതോറിറ്റിയുടെ ഒരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഇത്തരത്തിൽ ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് ഈ മലബാർ മേഖലകളിലെല്ലാം തന്നെ ഈ അരികു ഭിത്തി ഇടുകയും റോഡിൻ്റെ ഘടനയ്ക്കും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തിലെ ആൾക്കാരുടെ ജീവനും അവരുടെ താമസത്തിനും എല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതിനെല്ലാം തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ അത്തരത്തിലത് തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാം പ്രധാനമായും നടത്തിയിരിക്കുന്നതെല്ലാം തന്നെ ഈ പറയുന്ന നെയിലിംഗ് എന്ന് പറയുന്ന ഒരു സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബലപ്പെടുത്തലാണ്. പക്ഷേ ഈ നെയിലിംഗ് പല സ്ഥലത്തും, പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ഈ കൊയിലാണ്ടി ഭാഗങ്ങളിൽ, വടകരയുടെ ഭാഗങ്ങളിലെല്ലാം തന്നെ അത് വലിയ പരാജയമാണ് എന്ന് കണ്ടിരിക്കുന്നു. പലതവണ നെയിലിംഗ് നടത്തിയിട്ടും വീണ്ടും അത് കൂട്ടത്തോടെ ഇടിഞ്ഞ് താഴത്തേക്ക് വരുന്നത് കാണുന്നുണ്ട്. ഇവിടെയും അത്തരത്തിൽ നെയിലിംഗ് നടത്തുന്നതിനുള്ള ഒരു ശ്രമമാണ് അവർ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നത്. പക്ഷേ അതൊരു സംരക്ഷണ ഭിത്തി അല്ലാതെ മറ്റൊന്നുകൊണ്ടും അതിനെ തടയാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം അത്രമാത്രം വലിയൊരു കുന്നും അതിൻ്റെ പ്രദേശവുമാണ് ഈ വീരമല കുന്ന് എന്ന് പറയുന്നതിൻ്റെ ഭാഗമെല്ലാം തന്നെ. തൊട്ടടുത്ത് തന്നെ കാര്യങ്കോട് പുഴ, അതോടൊപ്പം തന്നെ അതിന് ഭൂമിശാസ്ത്രപരമായ പാരിസ്ഥിതികമായ ഒട്ടേറെ പ്രത്യേകതകൾ കൂടിയുള്ളതാണ് ഈ ഭൂമി. പക്ഷേ ഇവിടുത്തെ മണ്ണ് നീക്കൽ പ്രവർത്തനങ്ങൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അത്ര എളുപ്പത്തിൽ മണ്ണ് നീക്കി അതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. മിക്കവാറും 2 ദിവസമെങ്കിലും എടുക്കും പൂർണ്ണമായി. അതുമാത്രമല്ല, അതിനുശേഷവും മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഇപ്പോൾ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടും ഉള്ളത്. പരിശോധന നടത്തിയതിനു ശേഷമുള്ള കണ്ടെത്തൽ അതാണ്. കാരണം ആ മേഖല ഇപ്പോഴും പൂർണ്ണമായും സുരക്ഷിതമായിട്ടില്ല. അതുകൊണ്ട് അതിലൂടെയുള്ള ഗതാഗതത്തിൽ ഒരുപക്ഷേ മഴ തുടരുന്നതും കാര്യങ്ങളെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട്. മണ്ണ് മാറ്റാനുള്ള ജോലികൾ പുരോഗമിക്കുന്നു. പക്ഷെ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നാണ് CK വിജയൻ നമ്മളോട്